കഥയെ ആരംഭിക്കുന്നത് തന്നെ മസൂദ് റാണ എന്ന പേരുള്ള ഒരു ബംഗ്ലാദേശി ഏജന്റിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. റാണ ഒരു ദൗത്യത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഒരു അമേരിക്കൻ മാഫിയ സംഘം ഒരാളെ ബന്ദിയാക്കി വെച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആ വ്യക്തിയെ മോചിപ്പിക്കണം. അതാണ് റാണയുടെ ദൗത്യം. MR9 എന്ന കോഡ് നെയിമിലാണ് ഏജന്റ് റാണ അറിയപ്പെട്ടിരുന്നത്. ഫോറസ്റ്റിൽ നിന്നും കുറച്ച് മാറിയിട്ടുള്ള വളരെ വലിയൊരു കൊട്ടാരം പോലൊരു വീട്ടിലേക്ക് റാണ കടന്നെത്തുകയാണ്. അവിടെ കാവലിനുണ്ടായിരുന്ന ഗാർഡുകളെയൊക്കെ വിദഗ്ധമായി വകവരുത്തി റാണ അകത്തേക്ക് മുന്നേറിക്കൊണ്ടേയിരുന്നു. ഈ സമയം നമ്മൾ മാഫിയ ബോസായ റിക്കി റോസിനെ പരിചയപ്പെടുകയാണ്. റിക്കി റോസ് റാണയുടെ സുപ്പീരിയറായ മേജർ രാഹത്ത് ഖാനെ കോണ്ടാക്ട് ചെയ്തു. റാണയെ ഒറ്റയ്ക്ക് ഓപ്പറേഷൻ അയച്ചതൊക്കെ പറഞ്ഞ് അയാളെ കളിയാക്കാനും തുടങ്ങി. റിക്കി കരുതിയിരുന്നത് തന്റെ ആളുകൾ വളരെ എളുപ്പത്തിൽ റാണയെ പരാജയപ്പെടുത്തുമെന്നായിരുന്നു. പക്ഷെ തിരിച്ചതോ മറ്റൊന്നും. റിക്കി റാണയുടെ സുപ്പീരിയറുമായി സംസാരിക്കുമ്പോഴേക്കും റാണ പകുതിയിലധികം പേരെ വകവരുത്തി കഴിഞ്ഞിരുന്നു. വൈകാതെ ആ കാര്യം റിക്കിയുടെ ചെവിയിലുമെത്തി. അതോടെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ റിക്കി തീരുമാനിക്കുകയാണ്. പോകുന്നതിനു മുമ്പ് തന്റെ വലങ്കയായ വ്യക്തിയോട് ബന്ദിയായിട്ടുള്ളവനെ കൊന്നു തള്ളിയേക്കുവാനും അവിടെ ഒരു ടൈം ബോംബ് സെറ്റ് ചെയ്ത് തങ്ങൾ പോയതിനു ശേഷം അവിടെ മുഴുവൻ സ്ഫോടനത്തിന് വിധേയമാക്കിയേക്കാനും പറയുകയാണ്. ശത്രുക്കൾക്കെതിരെ പോരാടി ഒടുവിൽ റാണ ബന്ദിയായിട്ടുള്ള വ്യക്തിയുള്ള മുറിയിലേക്ക് എത്തുകയാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും ബന്ദി കൊല്ലപ്പെട്ടു കഴിഞ്ഞിരുന്നു. ടൈം ബോംബ് സെറ്റ് ചെയ്തതും റാണ തിരിച്ചറിയുന്നു. അതോടെ കൊല്ലപ്പെട്ട ബന്ദിയുടെ ശവശരീരവും പൊക്കിയെടുത്ത് റാണ പുറത്തേക്ക് ഓടിയിറങ്ങുകയാണ്. റാണ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുന്നതിന് പിന്നാലെ അവിടം വലിയ സ്ഫോടനം സംഭവിക്കുകയും ആ ബിൽഡിംഗ് തന്നെ നാമാവശേഷമാവുകയും ചെയ്തു. പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം കഥ ലാസ് വേഗാസിലേക്ക് തിരിയുന്നു. റിക്കിയുടെ ചേട്ടനും പ്രധാന ക്രൈം ബോസുമായ റോമൻ റോസിനെ നമ്മൾ പരിചയപ്പെടുകയാണ്. വളരെയധികം ഇല്ലീഗൽ ഇടപാടുകൾ നടത്തുന്ന ക്രിമിനൽ മൈൻഡുള്ള വ്യക്തികളായിരുന്നു അവർ. അന്ന് മീറ്റ് ചെയ്ത ഇരുവരും ആയുധ കച്ചവടത്തിന്റെ കാര്യം ഡിസ്കസ് ചെയ്തു. കുറെ ആയുധങ്ങൾ നിർമ്മിച്ച് മിഡിൽ ഈസ്റ്റിലേക്ക് കച്ചവടം ചെയ്യുവാനും അതിലും മികച്ച ആധുനിക വെപ്പൺസ് നിർമ്മിച്ച് എതിരാളികൾക്ക് കൊടുക്കാനുമായിരുന്നു അവർ പദ്ധതിയിട്ടിരുന്നത്. അവരുടെ പദ്ധതി പോലെ ഏറ്റവും മികച്ച ആ ആയുധങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ വേൾഡ് വാർ 3 വരെ സംഭവിച്ചേക്കാം എന്നും അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതേസമയം മറുവശത്ത് CIA ഹെഡ് ഓഫീസിൽ ഡയറക്ടർ പോളും ഡെപ്യൂട്ടിയായ ഡ്യൂക്കും ചേർന്നൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുകയായിരുന്നു. മേജർ ക്രിമിനലായ റോമനെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ ഡിസ്കഷൻ മുന്നേറുന്നത്. റോമൻ ആധുനിക ആയുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കാൻ പോകുന്നു എന്ന വിവരം CIAക്ക് ലഭിച്ചിരുന്നു. റോമനെ തടഞ്ഞില്ലെങ്കിൽ അപകടമുണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട് റോമനെ പിടികൂടുവാനായിരുന്നു അവർ പദ്ധതിയിടുന്നത്. റോമനെയും റോമന്റെ കൂടെയുള്ള റിക്കിയെയും പറ്റി കൂടുതൽ വിവരങ്ങളും അവരുടെ പദ്ധതികളും അറിയുവാൻ തങ്ങളുടെ സബോർഡിനേറ്റ്സിന് അന്ന് ഡ്യൂക്കും പോളും നിർദ്ദേശം കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് റോസ് ബ്രദേഴ്സ്, അതായത് റോമനെയും റിക്കിയെയും പറ്റി വിവരം ലഭിച്ചേക്കാവുന്ന ഒരു ഗ്യാങ്സ്റ്ററുടെ കാര്യം ഡ്യൂക്കും പോളും അറിയുന്നത്. സാം എന്നായിരുന്നു അവന്റെ പേര്. ഡ്യൂക്കും പോളും സാമിനെ അവരെപ്പറ്റി ചോദിച്ചെതിരിടുകയാണ്. പക്ഷേ സാമാകട്ടെ അവരെപ്പറ്റി ഒന്നും പറയാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അതോടെ കാര്യങ്ങൾ ഒരു കയ്യാങ്കളിയിലേക്ക് കടന്നു. ഡ്യൂക്കും സാമും ഏറ്റുമുട്ടി. പക്ഷെ ഒരു ഘട്ടത്തിൽ അബദ്ധത്തിൽ ഡ്യൂക്കിന്റെ തള്ളുകൊണ്ട് സാം അവർ നിന്നിരുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് പതിച്ച് കൊല്ലപ്പെട്ടു. റോസ് ബ്രദേഴ്സിനെ പറ്റി ആകെ വിവരം ലഭിക്കാനുള്ള ഒരേ ഒരു വഴിയായിരുന്നു സാം. സാമു കൂടി കൊല്ലപ്പെട്ടതോടെ ഡ്യൂക്കും പോളും വല്ലാതെ നിരാശരാവുന്നുണ്ട്. അതോടെ അവരുടെ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് റാണയിലായിരുന്നു. റാണ മുമ്പ് റിച്ചിയെ ട്രാക്ക് ചെയ്ത് കണ്ടെത്തി അവരുടെ ആസ്ഥാനം ആക്രമിച്ചിട്ടുള്ളതാണ്. അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ റാണയുടെ പക്കലുണ്ടാകും എന്നവർ ഊഹിക്കുന്നു. അധികം വൈകാതെ റാണയ്ക്ക് സുപ്പീരിയറുടെ മെസ്സേജ് എത്തുകയാണ്. ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്താൻ പറഞ്ഞിട്ടായിരുന്നു മെസ്സേജ് ഉണ്ടായിരുന്നത്. വൈകാതെ തന്നെ റാണ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. റാണ അവിടെ എത്തുമ്പോൾ CIA ഡയറക്ടർ പോൾ അവിടെ ഉണ്ടായിരുന്നു. നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും റിക്കിയും സഹോദരനും ചേർന്ന് നിർമ്മിക്കാൻ പോകുന്ന ആയുധങ്ങളുടെ അപകടാവസ്ഥയെപ്പറ്റിയും പോൾ റാണയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. മുമ്പ് റിക്കിയുടെ ആസ്ഥാനത്തേക്ക് ഇടിച്ചു കയറി അവരെ വിറപ്പിച്ച റാണയെ തങ്ങളുടെ ടീമിലേക്ക് റിക്രൂട്ട് ചെയ്യുവാൻ പോൾ തീരുമാനിക്കുകയാണ്. തന്റെ താല്പര്യം പോൾ റാണയോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. CIAയുടെ കൂടെ നിന്ന് ജോലി നോക്കാമോ എന്ന് റാണയോട് പോൾ ചോദിക്കുകയാണ്. തന്റെ സുപ്പീരിയർ റാഹത്ത് പെർമിഷൻ തന്നാൽ തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നായിരുന്നു റാണയുടെ മറുപടി. റോസ് ബ്രദേഴ്സിനെ പിടികൂടുന്നത് രാജ്യസുരക്ഷയുടെ തന്നെ കാര്യമായതുകൊണ്ടും ലോക സുരക്ഷയുടെ തന്നെ കാര്യമായതുകൊണ്ടും റാഹത്ത് അതിനെ എതിരു നിൽക്കുന്നില്ല. റാണയ്ക്ക് CIAയുമായി
റോമനുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ റാഹത്ത് അനുവാദം കൊടുക്കുന്നു. മിഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം രാജ്യത്തേക്ക് മടങ്ങിയെത്തണം എന്നും റാഹത്ത് റാണയോട് നിർദ്ദേശിക്കുന്നുണ്ട്. അധികം വൈകാതെ റാണ പോളിനും ഡ്യൂക്കിനുമൊപ്പം സീ റൂട്ടിലൂടെ അമേരിക്കയിലേക്ക് യാത്ര തിരിക്കുന്നു. യാത്രാമധ്യേ റാണയ്ക്ക് ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ആ മിഷനിൽ റാണ കോവർക്ക് ചെയ്യാൻ പോകുന്നത് പാകിസ്ഥാനി ഏജന്റായിട്ടുള്ള ദേവിയും ഒന്നിച്ചായിരുന്നു. പുരാവസ്തുക്കൾ കളക്ട് ചെയ്ത് വിൽക്കുന്നയാൾ എന്നൊരു പുറംമൂടി ക്രിമിനലായ റോമനുണ്ട്. അയാൾ വൈകാതെ ഒരു ആന്റിക് ബിസിനസിനായി ഒരിടത്തേക്ക് എത്തുന്നുണ്ട്. അവിടെ ആന്റിക്കിനോട് താല്പര്യമുള്ള ബയ്യേഴ്സ് ആയിട്ട് വേണം റാണയും ദേവിയും കടന്നു ചെല്ലുവാൻ. അതായിരുന്നു മിഷന്റെ ആദ്യഘട്ടം. അമേരിക്കയിൽ എത്തിയതിന് പിന്നാലെ റാണ മൊഹാവി ഡെസേർട്ടിലേക്ക് മാറ്റപ്പെടുന്നു. അവിടെ അവർക്കൊരു ഹൈഡൌട്ട് ഉണ്ടായിരുന്നു. അധികം വൈകാതെ അടുത്ത ദിവസം ദേവിയും അങ്ങോട്ടേക്ക് പറന്നിറങ്ങുകയാണ്. എയർപോർട്ടിൽ നിന്ന് ദേവിയെ പിക്ക് ചെയ്തത് റാണ തന്നെയായിരുന്നു. CIA നേരിട്ട് ഇൻവോൾവ് ആയാൽ കാര്യങ്ങൾ കൈവിട്ടുപോകും എന്നുള്ളതുകൊണ്ട് പുറത്തുനിന്നുള്ള ഏജന്റുകളെ വെച്ചിട്ടായിരുന്നു അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അടുത്ത ദിവസം കപ്പിൾസിനെ പോലെ വേഷം ധരിച്ച് അത്തരത്തിൽ പെരുമാറി റാണയും ദേവിയും റോമൻ നടത്തുന്ന പുരാവസ്തു ലേലത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. വൈകാതെ ഗസ്റ്റുകളെ വെൽക്കം ചെയ്ത് റോമൻ കടന്നുവന്നു. ഓപ്ഷൻ ഒരു വശത്ത് ഭംഗിയായി നടക്കുന്നു. ഓപ്ഷനൊക്കെ പൂർത്തിയായതും റാണ വിദഗ്ധമായി കെട്ടിടത്തിനകത്തേക്ക് കടന്നു. റോമന്റെ മുറിയിലേക്ക് എത്തുകയായിരുന്നു റാണയുടെ ലക്ഷ്യം. പക്ഷേ മുറിയിലേക്ക് കടക്കുമ്പോഴേക്കും ഒരു ഗാർഡ് റാണയെ കണ്ടു. അവരെ നേരെ തോക്ക് ചൂണ്ടി. അതോടെ റാണയെ പിടികൂടി ഗാർഡ് റോമന്റെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. സംസാരം തുടങ്ങുന്നതിന് മുമ്പേ റാണയുടെ ശരീരത്തിലേക്ക് അവരൊരു ഇഞ്ചക്ഷൻ ചെയ്തു. ഇഞ്ചക്ഷൻ ഏറ്റപാടെ റാണ മയങ്ങുകയും ചെയ്തിരുന്നു. ബോധം തെളിയുമ്പോൾ റാണ മറ്റൊരിടത്തായിരുന്നു. ദേവിയെയും റോമന്റെ ആളുകൾ ബന്ദിയാക്കിയിരിക്കുന്നത് റാണയുടെ ശ്രദ്ധയിൽപ്പെട്ടു. റോമൻ തന്റെ ഗേൾഫ്രണ്ടായ ഗേയിയോട് ദേവിയെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകാൻ പറഞ്ഞു. ഇവനെ ഞാൻ തന്നെ ചോദ്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് റാണയുടെ നേർക്ക് റോമൻ തിരിയുകയുമുണ്ടായി. പിന്നാലെ റോമൻ റാണയ്ക്കടുത്ത് ആരാണ് അവനെ അയച്ചത് എന്ന് ചോദിക്കുകയാണ്. പക്ഷെ റാണ മറുപടിയൊന്നും പറയാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. മറുവശത്ത് ഗിയയും മറ്റൊരു കയ്യാളും ദേവിയെ പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പുറത്തെത്തിയതും ദേവി അവരെ കടന്നാക്രമിച്ചു. അവരെ അടിച്ചിട്ട് സുരക്ഷിതയായി. അപ്പോഴേക്കും റാണയും തന്റെ ആക്രമണം തുടങ്ങിയിരുന്നു. ബന്ദിയായി ഇരുന്നിടത്തു നിന്നും തന്റെ കൈകൾ മോചിപ്പിച്ച റാണ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് എടുത്തു ചാടി ബൈക്കുമെടുത്ത് രക്ഷപ്പെടാൻ ഒരുങ്ങുന്നു. ദേവിയും അപ്പോഴേക്കും അതേ ബൈക്കിലേക്ക് ഓടി വന്ന് കയറുകയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഭാഗ്യവശാൽ മോട്ടോർ സൈക്കിളിൽ അവിടെ നിന്ന് അവരിരുവരും രക്ഷപ്പെട്ടു പോന്നു. ഒടുവിൽ അവരിരുവരും തങ്ങളുടെ ഹൈഡൌട്ടിലേക്കും എത്തിച്ചേരുകയാണ്. അവിടെ വെച്ച് റാണയും ദേവിയും കാര്യങ്ങൾ ചർച്ച ചെയ്തു. റോസ് ബ്രദേഴ്സ് ആധുനിക ആയുധങ്ങൾ തയ്യാറാക്കുന്നതിന് മുമ്പേ അവരെ എങ്ങനെ പിടികൂടാം എന്നതിനെ പറ്റിയായിരുന്നു അവരുടെ ചർച്ചയും ആലോചനയും. പക്ഷേ അതേസമയം അവരെ പിന്തുടർന്ന് റോമന്റെ ആളുകൾ അവരുടെ ഹൈഡൌട്ടിന് മുമ്പിലേക്ക് എത്തിച്ചേർന്ന വിവരം അവരറിഞ്ഞിരുന്നില്ല. അവർ രക്ഷപ്പെട്ടു വന്ന മോട്ടോർ സൈക്കിളിൽ GPS ഉണ്ടായിരുന്നു. അത് ട്രാക്ക് ചെയ്തിട്ടായിരുന്നു അവർ ഹൈഡൌട്ടിലേക്ക് എത്തിച്ചേർന്നിരുന്നത്. റോമന്റെ ഒരാൾ തോക്കുമേന്തി അവരുടെ യാർഡിലേക്ക് കടന്നു കയറിയതും റാണ പ്രിക്കോഷനായി കുഴിച്ചിട്ടിരുന്ന ലാൻഡ് മൈൻ ചവിട്ടി പൊട്ടിത്തെറിക്കുന്നു. അതോടെ അപകടം വന്നെത്തിയ സൂചന റാണയ്ക്കും ദേവിക്കും ലഭിക്കുകയാണ്. പിന്നെ വൈകിയില്ല. ഇരുവരും തങ്ങളുടെ വെപ്പണെടുത്ത് തയ്യാറായി. പിന്നെ അവിടെ നടന്നത് ഒരു ഷൂട്ടൌട്ട് തന്നെയായിരുന്നു. റോമന്റെ ആളുകളും റാണയും ദേവിയും തമ്മിലുള്ള ഷൂട്ടൌട്ട്. ഒരു ഘട്ടത്തിൽ ഹൈഡൌട്ടിലേക്ക് കടന്നു കയറിയ റോമന്റെ ഒരാളുമായും റാണയ്ക്കെതിരിടേണ്ടി വന്നു. ആ ഫൈറ്റിലും മികവ് കാട്ടിയ റാണ എതിരാളിയെ കൊലപ്പെടുത്തി. ഇതേസമയം യാർഡിൽ നിന്നും ഒരു സ്നൈപ്പർ ഗൺ ഉപയോഗിച്ച് റോമന്റെ വ്യക്തി റാണയെ ഷൂട്ട് ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഭാഗ്യവശാൽ ഡ്യൂക്ക് കൃത്യസമയത്ത് എത്തിച്ചേർന്നതുകൊണ്ട് ഡ്യൂക്ക് അയാളെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഇല്ലെങ്കിൽ റാണ കൊല്ലപ്പെടേണ്ടതായിരുന്നു. പോളും അങ്ങോട്ടേക്ക് വന്നു ചേർന്നിരുന്നു. വൈകാതെ ദേവിയും റാണയും ഡ്യൂക്കും പോളും മറ്റൊരു അസിസ്റ്റന്റും ചേർന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. ദേവി തനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ ആ സമയം വ്യക്തമാക്കി. അടുത്ത ദിവസം കസിനോയിൽ വെച്ച് വലിയൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. റോമൻ എന്ന് ആയുധങ്ങൾ വാങ്ങാനെത്തുന്ന വലിയ ഏതോ ഇൻവെസ്റ്ററെ മീറ്റ് ചെയ്യും. ആ കസിനോ എവിടാണെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അവിടെ ചെന്ന് ഒരു ആക്രമണം നടത്തിയാലോ റോമനെ ഒന്ന് ഞെട്ടിച്ചാലോ ദേവി അവരോടായി പറഞ്ഞു. ദേവിയുടെ ആ സജഷൻ നല്ലതാണ് എന്ന് പോളിനും ഡ്യൂക്കിനും തോന്നാതിരുന്നില്ല. അതുകൊണ്ട് തന്നെ നാളെ പരിപൂർണമായ തയ്യാറെടുപ്പുകളോടെ റോമനെ പിടികൂടാം എന്നവർ പദ്ധതിയിടുകയാണ്. ഇതേസമയം മറ്റൊരിടത്ത് റോമൻ തന്റെ മകനുമായി മീറ്റ് ചെയ്യുകയായിരുന്നു. റോമന്റെ മകൻ ജേസൺ റോമനെടുക്കൽ തന്റെ ആഗ്രഹം പറഞ്ഞു. അച്ഛന് ശേഷം ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് ഞാനാണ്. നാളെ നടക്കുന്ന മീറ്റിംഗ് അച്ഛന്റെ സ്ഥാനത്ത് ഞാൻ അറ്റൻഡ് ചെയ്തോളാം. കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കുകയും ചെയ്യാം. എന്നെ അതിന് അച്ഛൻ അനുവദിക്കണം. ആദ്യഘട്ടത്തിൽ വളരെ വലിയൊരു പ്രൊജക്റ്റും മീറ്റിംഗും ഒക്കെ ആയതുകൊണ്ട് റോമൻ മടിക്കുന്നുണ്ടെങ്കിലും മകൻ ജേസൺ തന്നെ അനുവദിക്കണമെന്ന് ഏറെ ആവശ്യപ്പെട്ടതോടെ റോമൻ അതിന് സമ്മതിക്കുകയാണ്. പക്ഷേ ജേസനൊപ്പം ജേസനെ സഹായിക്കാനും പ്രൊട്ടക്ട് ചെയ്യുവാനും റോമന്റെ സഹോദരൻ റിക്കിയും റോമന്റെ വലങ്കയ്യായ യാക്കൂബും കൂടെയുണ്ടാകും എന്നും റോമൻ പറയുന്നുണ്ട്. അങ്ങനെ ആ ദിവസമെത്തി. ജേസനും റിക്കിയും യാക്കൂബും
അടക്കമുള്ള റോമന്റെ കുറച്ചാളുകൾ കസിനോയിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ ഒരു കസിനോ വിസിറ്ററുടെ ഭാവത്തിൽ റാണയും ഉണ്ടായിരുന്നു. ദേവിയാകട്ടെ ഒരു ഡാൻസറുടെ രൂപത്തിൽ മാഫിയയുടെ മീറ്റിംഗ് വാച്ച് ചെയ്യുകയായിരുന്നു. ജേസനും സംഘവും അവിടുത്തെ മീറ്റ് ചെയ്തത് ഒരു റഷ്യൻ സംഘത്തെയായിരുന്നു. അവർ തമ്മിൽ സംസാരം നടന്നു. വൈകാതെ പണപ്പെട്ടിയുടെ കൈമാറ്റം നടക്കാൻ പോവുകയായിരുന്നു. പക്ഷേ കൃത്യസമയത്ത് റാണ എഴുന്നേറ്റ് അവർക്ക് നേരെ വെടിയുതിർത്തു. പിന്നെ ആ കസിനോയിൽ നടന്നത് വലിയൊരു ഷൂട്ടൌട്ടും ഏറ്റുമുട്ടലുമായിരുന്നു. റാണയെ സപ്പോർട്ട് ചെയ്യാൻ അപ്പോഴേക്കും ഡ്യൂക്കും പോളും കൂടി വന്നെത്തിയിരുന്നു. അവരും ഷൂട്ടൌട്ടിലും മറ്റും പങ്കുചേർന്നു. വെടിയേറ്റ് റോമന്റെ മകൻ ജേസൺ ബോധരഹിതനായി. പിടിക്കപ്പെടാൻ സാധ്യത കണ്ടതും റിക്കി കസിനോയിൽ നിന്ന് പുറത്തേക്കൂടി രക്ഷപ്പെടുന്നു. പക്ഷേ യാക്കോബിന് ജേസനെ അങ്ങനെ ഇട്ടിട്ട് പോരാൻ പറ്റില്ലായിരുന്നു. ജേസനെ പൊക്കിയെടുത്ത് കാറിൽ കയറ്റി യാക്കോബ് വേഗത്തിൽ കാർ ഓടിച്ചു പോവുകയാണ്. പക്ഷേ റാണ തന്റെ ടാർഗറ്റിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പുറത്തേക്ക് വന്ന് കാറെടുത്ത് യാക്കോബിന്റെ കാർ ചേസ് ചെയ്യാൻ ആരംഭിച്ചു. മറുവശത്തപ്പോഴും കസിനോക്കകത്ത് CIA ടീമും റോമന്റെ ആളുകളും തമ്മിൽ ഫൈറ്റ് തുടരുകയായിരുന്നു. ശക്തമായ ഫൈറ്റിനൊടുവിൽ CIA ടീമിന് എതിരാളികളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. റോമന്റെ ഗേൾഫ്രണ്ടായ ഗിയ ഡ്യൂക്കിന്റെ കയ്യിൽ പെടുകയും ചെയ്തിരുന്നു. ഡ്യൂക്ക് ഗിയയോട് ഒരു വാഗ്ദാനം ചെയ്തു. ആധുനിക ആയുധങ്ങൾ റോമൻ എവിടെയാണ് ഉണ്ടാക്കുന്നതെന്നും ആ ഇടവും ഉണ്ടാക്കുന്ന വ്യക്തിയുടെ പേരും പറഞ്ഞാൽ ഗിയയെ ജീവനോടെ വിടാം എന്നതായിരുന്നു ഡ്യൂക്കിന്റെ വാഗ്ദാനം. പറഞ്ഞില്ലെങ്കിൽ താൻ കൊല്ലപ്പെടും, പീഡിപ്പിക്കപ്പെടും, ഉപദ്രവിക്കപ്പെടും എന്നൊക്കെ മനസ്സിലായതും ഗിയ സത്യങ്ങളൊക്കെ ഡ്യൂക്കിനോട് തുറന്നു പറയുകയാണ്. മറുവശത്തപ്പോഴും യാക്കോബും റാണയും തമ്മിലുള്ള ചേസ് തുടരുകയായിരുന്നു. ഇതിനിടയിൽ വെടിയേറ്റിരുന്ന ജേസൺ കാറിൽ വെച്ച് കൊല്ലപ്പെട്ടു. ചേസ് തുടർന്നെങ്കിലും ഒരു റെയിൽവേ ട്രാക്കിന്റെ ബാരിയർ വന്നപ്പോൾ റാണക്ക് യാക്കോബിനെ നഷ്ടപ്പെടുകയാണ്. യാക്കോബ് ജേസന്റെ മൃതദേഹവുമായി റോമന്റെ മുമ്പിലേക്കെത്തി. തന്റെ മകന്റെ മൃതദേഹം കണ്ട് റോമനാകെ തകർന്നു പോയിരുന്നു. തന്റെ മകന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമാരാണ്, ആരാണ് അവനെ കൊന്നത് എന്നൊക്കെ രോഷത്തോടെ റോമൻ യാക്കോബിനോട് ചോദിച്ചു. തങ്ങൾ മുമ്പ് പിടികൂടിയ ആ റാണ എന്ന വ്യക്തിയാണ് എന്നായിരുന്നു യാക്കോബിന്റെ മറുപടി. കസിനോയിലുള്ള ഏവരും ആക്രമിക്കപ്പെട്ടെന്നും റിക്കി മാത്രമാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നത് എന്നും യാക്കോബ് റോമനോട് പറയുന്നുണ്ട്. ഒക്കെ കേൾക്കുന്ന റോമൻ തന്റെ മകനു വേണ്ടിയും എല്ലാവർക്കു വേണ്ടിയും പ്രതികാരം ചെയ്യും എന്നവിടെ വെച്ച് ശപഥം ചെയ്യുന്നു. എത്രയും വേഗം തങ്ങളുടെ ആധുനിക ആയുധങ്ങൾ പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുവാൻ, ആ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാൻ റോമൻ യാക്കോബിനോട് പറയുകയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ താൻ കൈകാര്യം ചെയ്തോളാം എന്നും റോമൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതേസമയം CIAക്ക് ആരാണ് ആധുനിക ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന വിവരം ലഭിച്ചിരുന്നു. ആ വിവരം റാണയിലേക്കും എത്തിച്ചേർന്നു. ഒരു ബംഗ്ലാദേശി പ്രൊഫസറായിട്ടുള്ള കരീം എന്ന വ്യക്തിയായിരുന്നു അത്. ഡാമിനോട് ചേർന്ന് കരീമിനൊരു ബേസ് ഉണ്ട് എന്നും റാണ മനസ്സിലാക്കി. പിന്നെ അധികം വൈകിയില്ല. കരീമിനെ മീറ്റ് ചെയ്യുവാൻ റാണ നേരിട്ട് തന്നെ പോയി. കരീമിനെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചു. എന്തുകൊണ്ടാണ് റോമനു വേണ്ടി ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതായിരുന്നു റാണയുടെ പ്രധാന ചോദ്യം. റോമൻ തനിക്ക് വലിയ തുകകൾ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അത്രയും വലിയ തുകയുള്ളതുകൊണ്ട് റോമൻ ആയുധം നിർമ്മിക്കാമോ എന്ന് ചോദിച്ചപ്പോ നോ പറയാൻ പറ്റിയില്ല എന്നുമായിരുന്നു കരീം മറുപടി പറഞ്ഞത്. എവിടാണ് ആയുധ നിർമ്മാണവും ആയുധ സംഭരണവും നടന്നിരിക്കുന്നത് എന്ന് റാണ ചോദിച്ചെങ്കിലും കരീം വ്യക്തമായ മറുപടി പറഞ്ഞില്ല. പക്ഷെ അവരെ കൂട്ടിക്കൊണ്ടുപോകാം എന്ന് പറഞ്ഞ കരീം മരുഭൂമിക്ക് നടുവിലുള്ള അയാളുടെ ലബോറട്ടറിയിലേക്ക് റാണയെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പക്ഷെ അങ്ങോട്ടേക്ക് എത്തിയതും റോമന്റെ ആളുകൾ അവിടുണ്ടായിരുന്നു. റോമന്റെ ആളുകൾ തോക്ക് ചൂണ്ടി റാണയെ ബന്ദിയാക്കി. പിന്നാലെ വീഡിയോ കോളിലുള്ള റോമന്റെ മുമ്പിലേക്കും റാണ കൊണ്ടുപോകപ്പെടുകയാണ്. അപ്പോഴേക്കും പിടികൂടപ്പെട്ട ദേവിയുമായി യാക്കോബും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. തന്റെ മകനെ കൊന്നതിന് റാണയോടുള്ള പ്രതികാരം തീർക്കും എന്ന് പറയുന്ന റോമൻ റാണയെ തനിക്ക് നേരിട്ട് ഒരു പരിചയവുമില്ലല്ലോ, എന്തിനാണ് തന്റെ ബിസിനസ്സിൽ റാണ എത്തിരിടുന്നത് എന്നും ഗൗരവത്തിൽ ചോദിക്കുന്നുണ്ട്. ആ സമയം റാണയും ദേവിയും CIA അയച്ചിരിക്കുന്ന സ്പെഷ്യൽ ഇന്റലിജൻസ് ഏജന്റാണ് എന്ന് റോമൻ അറിയാൻ പാടുണ്ടായിരുന്നില്ല. അവിടെ ആ സമയം പ്രൊഫസർ കരീമിന്റെ ഒരു പങ്കാളിയും ഉണ്ടായിരുന്നു. കാര്യങ്ങൾ അറിഞ്ഞതും റോമന്റെ പക്ഷം നിൽക്കുവാൻ ആ പങ്കാളി തയ്യാറാകുന്നില്ല. അതോടെ കരീം അയാളെ വെടിവെച്ചു കൊല്ലുന്നു. അത്രയും നേരം പാവത്താനെ പോലെ സംസാരിച്ചു നിന്ന പ്രൊഫസർ ആയിരുന്നില്ല പിന്നീട് അവിടെ വെളിപ്പെട്ടത്. അയാളുടെ ഉള്ളിലെ ദുഷിച്ച മുഖം പുറത്തു വന്നു. സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു അയാൾ ആ വെപ്പണുകൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. അതുപയോഗിച്ച് റോമന്റെ സഹായത്തോടെ ലോകത്ത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കണമെന്നും സാമ്പത്തിക വ്യവസ്ഥ തന്നെ അട്ടിമറിക്കണം എന്നൊക്കെ അയാൾ ആഗ്രഹിച്ചിരുന്നു. അത്ര നേരം മിണ്ടാതിരുന്ന റാണ അതോടെ സംസാരിക്കുകയാണ്. തന്നെയും ദേവിയെയും കൊന്നാൽ പോലും അവരുടെ പ്ലാനൊന്നും നടക്കില്ലെന്നും
CIA-യും ഇന്റർപോളും അവർക്ക് പിന്നിലുണ്ടെന്നും അവരുടെ പദ്ധതികൾ മുഴുവൻ ഇല്ലാതാക്കും എന്നും റാണ പറയുകയാണ്. റാണ അത് പറയുമ്പോൾ തന്നെ അവരുടെ GPS ഫോളോ ചെയ്ത് ഡ്യൂക്കും ടീമും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. മുൻവശത്തെ ഗാർഡുകളെ കൊന്നുതള്ളി അവർ അകത്തേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. ഇതേ സമയം പോളാകട്ടെ സാറ്റലൈറ്റ് സിഗ്നലുകൾ വെച്ച് ഡ്യൂക്കിന് വേണ്ട ബാക്കപ്പും സപ്പോർട്ടുമൊക്കെ കൊടുക്കുന്നുമുണ്ടായിരുന്നു. വൈകാതെ CIA എത്തിച്ചേർന്നു എന്ന വിവരമറിഞ്ഞ കരീം പാനിക്കായി തന്റെ ഹൈഡൌട്ടിലേക്ക് മാറാൻ ശ്രമിക്കുന്നു. റാണയും ദേവിയും വിലപേശുവാൻ മറ്റൊരു റൂമിലേക്കും കൊണ്ടുപോകപ്പെടുകയാണ്. പക്ഷെ ആ കൊണ്ടുപോവലിൽ റാണ തന്നെ തോക്കു ചൂണ്ടി കൊണ്ടുപോവുകയായിരുന്ന ഗാർഡിനെ കടന്നാക്രമിച്ചു. മറുവശത്ത് ഡ്യൂക്ക് അപ്പോഴും റോമന്റെ ആളുകളെ എതിരിടുകയായിരുന്നു. ദേവിയോട് വേഗം സുരക്ഷിതമായൊരു സ്ഥാനം കണ്ടെത്തി മാറുവാൻ റാണ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. പിന്നാലെ അവരെ കൊല്ലുവാൻ തയ്യാറായി വരുന്ന യാക്കൂബുമായി റാണ എതിരിടുകയാണ്. പക്ഷേ റാണയ്ക്കെതിരെ യാക്കൂബിനധികം പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു. യാക്കൂബും അത് മനസ്സിലാക്കി ഒരു ഘട്ടത്തിൽ അവിടെ നിന്ന് പ്രൊഫസർ കരീമിനെയും രക്ഷപ്പെടുത്തി കടന്നുകളയാൻ ശ്രമിക്കുന്നു. പിന്നാലെ ആ കെട്ടിടത്തിൽ എവിടെയോ ഉണ്ടാവാൻ സാധ്യതയുള്ള റോമനെ തേടി റാണ മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. പക്ഷേ അപ്രതീക്ഷിതമായി റോമന്റെ ഒരു കയ്യാൽ റാണയുടെ കയ്യിൽ കുത്തി പരിക്കേൽപ്പിക്കുന്നുണ്ട്. റോമൻ പുറത്തെത്തുകയും റാണയ്ക്ക് നേരെ കൊല്ലുവാൻ തോക്കു ചൂണ്ടുകയും ചെയ്തു. റാണ കൊല്ലപ്പെട്ടേക്കുമോ എന്ന് പരിഭ്രമിച്ച് തന്റെ കൺമുമ്പിൽ റോമനെ നോക്കിക്കൊണ്ടു നിന്ന ആ നിമിഷം ഡ്യൂക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയും റോമനെ ചവിട്ടി വീഴ്ത്തുകയും ചെയ്തു. ഡ്യൂക്ക് റോമനുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയെങ്കിലും പോളിന്റെ നിർദ്ദേശം ഡ്യൂക്കിന് വന്നെത്തുകയാണ്. റോമന്റെ ആളുകൾ അവിടെ ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ടൈം ബോംബ്. അത് പൊട്ടിത്തെറിച്ച് തെളിവുകൾ ഇല്ലാതാവുന്നതിന് മുമ്പ് ബോംബൊക്കെ ഡിഫ്യൂസ് ചെയ്യണം എന്നതായിരുന്നു ഡ്യൂക്കിന് കിട്ടിയ നിർദ്ദേശം. അതോടെ ബോംബ് ഡിഫ്യൂസ് ചെയ്യുവാൻ ഡ്യൂക്ക് പോവുകയാണ്. അതോടെ റോമനെ എതിരിടേണ്ട ദൗത്യം റാണയ്ക്ക് ഏറ്റെടുക്കേണ്ടി വരികയാണ്. പക്ഷേ പരിക്കേറ്റിരുന്നതുകൊണ്ട് റോമനെതിരെ പിടിച്ചു നിൽക്കുവാൻ റാണയ്ക്ക് സാധിക്കുന്നില്ല. ഒരു ഘട്ടത്തിൽ റോമൻ റാണയെ കഴുത്തിൽ പിടിച്ചുയർത്തി. ആ സമയം റാണയെ സഹായിക്കുവാൻ ദേവി അങ്ങോട്ടേക്ക് എത്തുകയാണ്. നിർഭാഗ്യവശാൽ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് റോമൻ ദേവിയെ കുത്തി പരിക്കേൽപ്പിച്ചു. സാരമായ ആ പരിക്കൽ ദേവി കൊല്ലപ്പെടുകയും ചെയ്യുകയാണ്. അത് നേരിൽ കണ്ടതും റാണയുടെ ഉള്ളിൽ വല്ലാത്തൊരു വെറിയുണ്ടാകുന്നുണ്ട്. മൂർച്ചയേറിയ ആയുധവുമായി എഴുന്നേറ്റ് വന്ന റാണ അതോടെ റോമന്റെ കഴുത്ത് വെട്ടി അവനെ കൊലപ്പെടുത്തുന്നു. റോമന്റെ മരണത്തോടെ റോമനെ കണ്ടെത്തി വകവരുത്തണം എന്ന അവരുടെ ദൗത്യം പൂർത്തിയാവുകയാണ്. പക്ഷേ പ്രൊഫസർ കരീമും യാക്കൂബും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിരുന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം റാണ തന്റെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. തന്റെ പാരന്റ്സിന്റെ കുഴിമാടത്തിൽ പോയി പ്രാർത്ഥിച്ചു. 6 മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം CIA ഡയറക്ടറായപ്പോൾ ഒരു ഡോജോയിൽ 2 മാർഷൽ ആർട്ടിസ്റ്റുകളുടെ പോര് കണ്ടിരിക്കുകയാണ്. ആ ഫൈറ്റൊക്കെ കണ്ട് ട്രെയിനിങ് സെഷനും നിരീക്ഷിച്ച ശേഷം പോൾ ആ ഡോജോയുടെ ഹെഡിനടുത്തെത്തി. ആ 2 മാർഷൽ ആർട്ടിസ്റ്റിനെയും ഒരു ദൗത്യത്തിനു വേണ്ടി CIA-യിലേക്ക് എടുക്കാൻ സാധിക്കുമോ എന്ന് ഹെഡിനോട് ചോദിച്ചു. പിന്നാലെ റിക്കി എന്ന പേരുള്ള മാഫിയ ബോസിനെ പിടികൂടുവാനാണെന്നും ഹിമാലയത്തോട് ചേർന്നുള്ള പർവ്വത നിരകളിലെവിടെയോ അവർ ഹൈഡൌട്ട് തുടർന്ന് ആധുനിക ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്നും അത് നശിപ്പിക്കാനാണെന്നും ലോകസുരക്ഷയ്ക്ക് വേണ്ടിയാണെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതോടെ അവർ അവരുടെ ടീമിൽ ചേരാൻ സമ്മതിക്കുകയാണ്. പിന്നെ വൈകിയില്ല. പോളിന്റെ മെസ്സേജ് റാണയ്ക്കും വന്നെത്തി. റിക്കിയെയും കരീമിനെയും പിടികൂടി അടുത്ത ഘട്ടം പൂർത്തീകരിക്കാനുള്ള ക്ഷണമായിരുന്നു അത്. റാണ പൂർണ്ണ മനസ്സോടെ ആ ക്ഷണം സ്വീകരിച്ചു. തങ്ങളുടെ ഹൈഡൌട്ടിൽ റിക്കിയും യാക്കൂബും കരീമും CIA-യിൽ നിന്ന് തങ്ങൾ രക്ഷപ്പെട്ടു എന്ന രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവർ പോലും അറിയാതെ അവരുടെ ഇടവും അവരെ തന്നെയും വകവരുത്താൻ CIA സംഘം എതിരിൽ തയ്യാറാകുന്നുണ്ടായിരുന്നു. റിക്കിയെയും കരീമിനെയും യാക്കൂബിനെയും അവരുടെ സംഘത്തെയും തന്നെ വകവരുത്താൻ പാരച്യൂട്ടിൽ ഹിമാലയ സാനുക്കളിലുള്ള അവരുടെ ഹൈഡൌട്ടിലേക്ക് പറന്നിറങ്ങുന്ന CIA പോരാളികളുടെ ദൃശ്യത്തോടെ ഒരു 2ാം ഭാഗത്തിന് തുടക്കമിട്ട് വെച്ചുകൊണ്ട് ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.